ആ വരുന്നതൊരാന, ഈ വരുന്നതൊരീച്ച. ആനയുമീറ്റയും അങ്ങനെയങ്ങനെ അടുത്തടുത്തു വരുന്നു. ആനയ്ക്കുണ്ടോ പേടി, ഈച്ചയ്ക്കുണ്ടോ പേടി? രണ്ടിനുമില്ലൊരു പേടി. ആന താഴെ പോയി, ഈച്ച മേലേ പോയി. In the tranquil village of Alapad, embraced by the lush greenery of nature's bounty, lies a sacred site where Kunjunimasha's final journey finds its resting place. Here, amidst the gentle rhythms of village life, a memorial emerges not as a mere structure, but as a living, breathing tribute harmonizing with the timeless tales of Masha's legacy. ഈ സ്മാരകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു, സന്തോഷമായിരുന്നു ഈ സ്മാരകം. അത് ഈ കുട്ടികൾ അത് വളരെ ഭംഗിയായിട്ട് ഈ കെട്ടിടം നിർമ്മിച്ചു തന്നപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വരും, അവർ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് കളിച്ച് അങ്ങനെ അവർ തിരിച്ചു പോവും. പല സ്കൂളുകളിൽ നിന്നും കുട്ടികൾ വരാറുണ്ട്. പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം തന്നെ നമുക്ക് വന്നിരിക്കണവർക്കൊരു സന്തോഷം തന്നെയാണല്ലോ. ഞങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും. എൻ്റെ പേര് സുമ്യ. ഞാനിവിടെ 2 വർഷത്തോളമായി കെയർടേക്കറായിട്ട് ഇവിടെ വർക്ക് ചെയ്യണത്. ഞാൻ ആദ്യം തന്നെ ഈ ബിൽഡിങ് കണ്ടപ്പോൾ വ്യത്യസ്തമായൊരു ബിൽഡിംഗ് ആയിട്ടാണ് എനിക്ക് ഒരു അനുഭവമാണ് ഇവിടെ വന്നത്. ഈ ബിൽഡിങ്ങിൽ നമ്മൾ കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു മാഷാണ്. ഈ കെട്ടിടത്തിൽ താഴത്തെ ഫ്ലോറ് കമ്മ്യൂണിറ്റി ഹാളും മുകളിലത്തെ ലൈബ്രറിയാണ്. താഴത്തെ ഫ്ലോറിൽ എന്ന് പറയുമ്പോൾ കലാകാരന്മാരുടെ പുസ്തക പ്രകാശനം ഉണ്ടാവാറുണ്ട്. അതുപോലെ സാഹിത്യപരമായ കാര്യങ്ങളും വയ്ക്കാറുണ്ട്. മുകളിൽ കുട്ടികൾ വന്ന് പുസ്തകം വായിച്ച്, പിന്നെ ലോക്കൽ ഏരിയക്കാരൻ പുസ്തകം ഇവിടെ തന്നെ കുട്ടികളിരുന്ന് വായിച്ച് ഇവിടെ തന്നെ അന്ന് തന്നെ കൊടുക്കും. കുഞ്ഞുണ്ണി മാഷ് പറയുമായിരുന്നു, നമ്മൾക്ക് മതിൽക്കെട്ടുകൾ വേണ്ട, വേലികൾ, ചെമ്പരത്തി പൂക്കൾ കൊണ്ടുള്ള വേലികൾ മതി. ഇന്ന് കുഞ്ഞുണ്ണി മാഷ് സ്മാരകത്തിൻ്റെ യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോഴും മാഷ് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ മാഷ ചിന്ത അനുസരിച്ചിട്ടുള്ള ഒരു സ്മാരകമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഞാനിവിടെ വരാൻ തന്നെ കാരണം കുഞ്ഞുണ്ണി മാഷിൻ്റെ സാമീപ്യം ആഗ്രഹിച്ചിട്ടാണ്. എൻ്റെ 2 പുസ്തകങ്ങൾ തന്നെ പ്രകാശനം ചെയ്തത് കുഞ്ഞുണ്ണി മാഷ് ആ ഹാളിൽ വെച്ചിട്ടാണ്. വളരെയധികം ആൾക്കാർ പങ്കെടുത്തിരുന്നു. എന്ത് പരിപാടി അവിടെ നടന്നാലും ആൾക്കാർ ഇഷ്ടം പോലെ അവിടെ നിറയും. ആ ഹാള് നിറയും. മിനി ഹാളാണെങ്കിലും ഒരു ഐശ്വര്യമുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയണത് പുറമൊന്ന് നോക്കുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ തണ്ണീർത്തടം അവിടെ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ വന്നതിൽ വളരെ എനിക്ക് അത്ഭുതം തോന്നിയത്. ഇതെങ്ങനെ സാധിച്ചെടുത്തു? അതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ ആകർഷണീയമായിട്ടാണ് തോന്നുന്നത്. ചെറുതാണെങ്കിലും അതിനൊരു ഐശ്വര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് അതിൻ്റെ നിർമ്മാണ ചാതുരി തന്നെയാണ്, സംശയമില്ല. As simple as his life, as simple as his poems, this memorial stands tall, reflecting the deep impact of Kunjuni Masha's words and deeds. It is a place where visitors can immerse themselves in the quiet splendor of his legacy, a legacy etched in the annals of time, resonating with the echoes of a life lived in profound simplicity and deep humanity.